ഹലോ നമസ്കാരമുണ്ട്. ഞാൻ പ്രീത മേരി തോമസ്. എന്തായാലും നമുക്ക് അമ്മമാരെ പറ്റി തന്നെ സംസാരിക്കാമല്ലേ. നമുക്കറിയാം ഒരമ്മ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന്. ആ കുട്ടിയുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരു കുടുംബത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ ഒരമ്മയ്ക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മമാരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ മാതൃത്വം എന്നൊരു വാക്കിനെ ഓവറായിട്ട് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് പലപ്പോഴും അമ്മമാരെ നമ്മൾ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. നമുക്കറിയാം രണ്ടുപേരും മാതാവും പിതാവും കൂടി വളർത്തുന്ന കുട്ടികളാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു പേരൻ്റൽ പ്രഷർ പലപ്പോഴും അമ്മമാർക്കാണ് നേരിടേണ്ടി വരുന്നത്. നിങ്ങളിൽ പലർക്കും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ എക്സ്പീരിയൻസസ് കൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. ഇത് എൻ്റെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. പല അമ്മമാരും അങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ അച്ചടക്കത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാനോ നിങ്ങളോ അറിയാതെ വിരൽ ചൂണ്ടുന്ന ഒരു അമ്മയുടെ നേരിലാണ്. അപ്പം ഒരമ്മ ഒരുപാട് സമ്മർദ്ദം സൊസൈറ്റിയിൽ നിന്ന് നേരിടുന്നുണ്ടെന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പൊതുവായി അമ്മമാർ എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് ഒരു സൊസൈറ്റിയിൽ നിന്ന് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ കാരണം അവർക്കുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് അവരുടെ അക്കാദമിക് എക്സ്പെക്റ്റേഷൻസാണ് അവരെ പറ്റിയുള്ളത്. നമുക്കറിയാം സമപ്രായക്കാരായുള്ള കുട്ടികൾ ആണെങ്കിൽ പോലും എൻ്റെ കുട്ടികളും നിങ്ങളുടെ കുട്ടികളും എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും. അവരുടെ അക്കാദമിക് ബ്രില്യൻസ് ആണെങ്കിലും അവരുടെ കഴിവുകളാണെങ്കിലും ഒരുപാട് വ്യത്യസ്തങ്ങളായിരിക്കും. നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് മിടുക്കരും കഴിവുള്ളവരാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുട്ടികൾ സമൂഹത്തിൻ്റെ അളവുകോൽ വെച്ച് ചിലപ്പോൾ ആവറേജ് പഠിക്കാൻ കഴിവുള്ള കുട്ടികളായിരിക്കും. അപ്പം സൊസൈറ്റി ഒരു എക്സ്പെക്റ്റേഷൻ നമ്മളൊരു ഒരു സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ എങ്ങനെ മിടുക്കരായിരിക്കണം, മിടുക്കരെന്ന് എങ്ങനെ കുട്ടികളെ പറയാം, നമുക്ക് ഒരു കുട്ടി എങ്ങനെയാണ് മിടുക്കരാണെന്നൊക്കെയുള്ളൊരു എക്സ്പെക്റ്റേഷൻ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴും അമ്മമാർ അധികം കുട്ടികളെ താരതമ്യം ചെയ്യാത്തവരാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ ഇങ്ങനെ പ്രഷർ വരുന്ന സമയത്ത് അവരൊരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ഒരുമിച്ചുള്ള മാർക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, ഓരോ കുട്ടിയും ഇപ്പോൾ ഒരു വീട്ടിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ പോലും അവരുടെ പഠന മികവുകളും അവരുടെ കഴിവുകളും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പം അവരെ അതേ സമപ്രായക്കാരായുള്ള ആളുകൾ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ പല മാതാപിതാക്കളും ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കാറുണ്ട്. അത് നമ്മൾ നേരിട്ട് പലപ്പോഴും കാണാറുള്ളതാണ്. രണ്ടാമത് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ളതാണ്. അത് ഇതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പം വരയ്ക്കാനാണ് കഴിവുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് വേറൊരു കഴിവായിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ പ്രകടമായ രീതിയിൽ മറ്റ് ആളുകൾ കാണിക്കുന്ന പോലുള്ള കഴിവുകൾ ചിലപ്പം പാടാനോ വരയ്ക്കാനോ ഇല്ലാത്ത കുട്ടികളായിരിക്കാം നമ്മുടെ കുട്ടികൾ. അപ്പം ഈ ഇത്തരം കഴിവുകളുള്ള കുട്ടികൾ എവിടെയെങ്കിലും പെർഫോമൻസ് ചെയ്യുന്ന കാണുമ്പോൾ കഴിവുകൾ ചെയ്യുന്ന സമയങ്ങളും അവരുടെ കുട്ടികളും നമ്മുടെ കുട്ടികളും കൂടെ താരതമ്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു സമ്മർദ്ദവും അത് നമുക്ക് സ്വാഭാവികമായിട്ട് പല അമ്മമാർക്കും വളരെയധികം സമ്മർദ്ദം കൊടുക്കാറുണ്ട്. പിന്നെ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയാം. വളരെ നല്ലതായിട്ട് ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വളരെ ഭംഗിയായി ജീവിക്കുന്ന പല മാതാപിതാക്കളുടെയും കുട്ടികൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൗഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വളരെ മോശമായിട്ട് ചിലപ്പം ബിഹേവ് ചെയ്യുന്ന കാണും. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിൽ നിന്ന് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കുട്ടികൾ എപ്പോഴും ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. അവർ നമ്മുടെ സ്വഭാവം ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വാക്കുകളും ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ബിഹേവിയറൊക്കെ നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതത്തിലുണ്ടാവും. നമ്മൾ വീട്ടിൽ സംഭാഷണങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത പല വാക്കുകളും ചിലപ്പം കുട്ടികൾ പല സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു എന്ന്. നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും പേരൻസിന് അല്ലെങ്കിൽ അമ്മമാർക്കൊരു പ്രശ്നം വരും, നല്ലതായിട്ടൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നന്നതായിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അവരെന്ന് പറയുമ്പോൾ സ്പെസിഫിക്കായിട്ട് അമ്മമാരാണ് പറഞ്ഞത്, അമ്മ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യില്ലായിരുന്നു. അങ്ങനെയൊക്കെ പലരും സംസാരിക്കുന്നത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പം പലപ്പോഴും ആ പേരൻസ് നന്നായി ബിഹേവ് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ ആ കുട്ടികൾ അവരുടെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു പ്രായത്തിൽ അവർക്ക് ശരിയും തെറ്റും ചിലപ്പം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ ചിലപ്പം അവർക്ക് ഇഷ്ടമുള്ളതോ അവരല്ലെങ്കിൽ സ്കൂളിൽ കേൾക്കുന്നതോ അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ കേൾക്കുന്നതോ ഫിലിംസിലൊക്കെ കാണുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ പേരൻസിൻ്റെ സ്വഭാവ രീതിയുമായിട്ട് അവർ വളർത്തുന്ന സാഹചര്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവും കാണില്ല. ഇപ്പം നമ്മൾ ചില കുട്ടികളെ ഒരു ക്രൗഡിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അടങ്ങിയിരിക്കണം, നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഒരിടത്ത് ഒരു സമയമൊക്കെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പം അടങ്ങിയിരിക്കണം, ശബ്ദം ഉണ്ടാക്കരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടുപോവുകയാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ വല്ലാതെ ബഹളം ഉണ്ടാക്കുകയും നമ്മൾ പറയുന്നത് കേൾക്കാതെ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി പോകുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാതാവിൻ്റെ അല്ലെങ്കിൽ പേരൻസിൻ്റെ പൊതുവായിട്ട് വരുമെങ്കിലും മാതാവിനാണ് കൂടുതലും അതിൻ്റെ ഒരു സമ്മർദ്ദം ഒരു ക്രൗഡിൽ ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഇത് പൊതുവായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ ഇവരുടെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതാവും നേരിടുന്ന പ്രശ്നം. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ 2 പേര് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, 2 പേരൻസും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഒരേ സമയം വർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്നവരാണെങ്കിലും, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വിരൽ ചൂണ്ടുന്നത് അവരുടെ അമ്മമാരെ തന്നെയായിരിക്കും. അവർ പറയാം, അവർക്ക് കുറച്ചുകൂടെ സമയം കണ്ടെത്തിയ അമ്മ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ലേ, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കില്ലേ. പക്ഷെ പിതാവിനേക്കാൾ കൂടുതൽ മാതാവിനെ ആയിരിക്കും ആളുകൾ. 2 പേരും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നവർ ഒരേ സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അമ്മമാരുടെ നേരെയായിരിക്കും വിരൽ ചൂണ്ടാറുള്ളത്. അപ്പം നമ്മളിപ്പം തന്നെ ഞാൻ ഓർക്കുമായിരുന്നു, കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്ന സമയമുണ്ടായിരുന്നു. അപ്പം 2-3 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളായിരുന്നു. അപ്പം ഒരുപാട് വർക്ക്സ് കിട്ടുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് തന്നെ ഒരു ഗിൽറ്റ് ഫീലിംഗ് തോന്നി തുടങ്ങി. ഞാൻ കുട്ടികളോട് കൂടുതൽ ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് വളരെ കുറച്ചു. അപ്പം റെഗുലറായിട്ട് എൻ്റെ കേക്കോടെ വാങ്ങിക്കുന്ന ആളുകൾ പലരോടും പല സമയങ്ങളിലും നോ പറയേണ്ടി വന്നു. എനിക്കറിയാം, ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാർക്കുമുള്ളൊരു ടെൻഷനായിരിക്കും ഇത്, ഈ ഗിൽറ്റ് ഫീലിംഗ്. അതിൻ്റെ കുഞ്ഞിന് ഞാൻ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ, കൂടുതൽ സമയം നൽകുന്നുണ്ടോ, ഞാൻ എൻ്റെ കരിയറിന് കൂടുതൽ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമയം നഷ്ടമാകുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ ഒരമ്മയിൽ ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് ഒരിക്കലും അമ്മമാർക്ക് അവരുടെ സമയം നീക്കി വെക്കാൻ ഒരിക്കലും സാധിക്കില്ല. പേരൻറ്റിങ് ഏറ്റവും മഹത്തരമായ കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ വീടിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളൊന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എങ്കിൽ പോലും അമ്മമാർ അവർക്ക് വേണ്ടിയിട്ടുള്ള സമയം കൃത്യമായി നീക്കി വെച്ചില്ലെങ്കിൽ, അവരുടെ കരിയറിന് വേണ്ടിയിട്ടും അവരുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ, പിന്നീട് ഈ കുട്ടികൾ തന്നെ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് അമ്മ അതിന് സമയം കണ്ടെത്താത്തത്, അല്ലെങ്കിൽ അമ്മ അന്നത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പം എല്ലാ അമ്മമാരും മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് വേണ്ടിയിട്ട് അവർ നിർബന്ധമായും സമയം കണ്ടെത്തണം. പേരൻ്റൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് അത് സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രഷർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പേരൻസിലും ഫാദേഴ്സിന് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് വളരെ കുറവാണ് അങ്ങനെ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ അമ്മമാർക്കാണ് കൂടുതലും ഈ ഗിൽറ്റ് ഫീലിംഗ് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണത്. അതുപോലെ കുട്ടികൾ വ്യക്തിപരമായ കുട്ടികളുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഇളയ കുട്ടിക്ക് നഖം കെട്ടുന്നത് ചിലപ്പോൾ ഭയങ്കര മടിയാണ്. നഖം വെട്ടാൻ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. അപ്പം ടീച്ചർ ചെക്ക് ചെയ്യുന്ന ദിവസം വന്ന് പറയും, ഓടി വന്നിട്ട് അമ്മ നഖം വെട്ടു എന്ന് പറയും. അപ്പം നമ്മളതിനെ പറ്റിയൊക്കെ ബോധവൽക്കരണം കൊടുക്കും. നഖത്ത് ചെളി പിടിച്ച് എനിക്ക് ഭയങ്കര ഇതാണ്, കുട്ടികളങ്ങനെ നഖം ചെളി നിറച്ച് അല്ലെങ്കിൽ നെയിൽസ് ട്രിം ചെയ്യാതൊക്കെ വിടുന്നത് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഈ കുട്ടിക്ക് നഖം വെട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാൻ പറയും, അമ്മയുടെ ആളുകൾ ചോദിക്കും, കുഞ്ഞിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വൃത്തിയായിട്ട് നടത്തിക്കാത്ത, അല്ലെങ്കിൽ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്യാത്ത, ഒരു മുടി ചീക്കാത്തത് എന്താണ്, നഖം വെട്ടാത്തത് എന്താണെന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അമ്മയുടെ എന്തിനാണ് ചോദിക്കുന്നത്, എൻ്റെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് മോള്. അത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത് നമ്മൾ കുട്ടിയുടെ ഒരു പേഴ്സണൽ ഗ്രൂമിങ്, ഒരു കുട്ടി നന്നായിട്ട് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിളിച്ചിരുന്ന അവരുടെ അമ്മ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലായിട്ടൊക്കെ എപ്പോഴും നടക്കുന്നത്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിനകത്ത് തീരെ ശ്രദ്ധ അമ്മയ്ക്കില്ല എന്നൊക്കെ ആളുകൾ കംപ്ലയിൻറ്റ് പറയുന്നത് പലയിടത്തും നമ്മൾ കേട്ടിട്ടില്ലേ. പക്ഷെ അത് തീർത്തും ആ കുട്ടിയുടെ ഒരു അലസത കൊണ്ടോ, അല്ലെങ്കിൽ കുട്ടി ആ പ്രായത്തിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുറ്റം പറയുന്നത് എപ്പോഴും അവരുടെ അമ്മയായിരിക്കും. അപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ വിരൽ ചൂണ്ടുന്നത് അമ്മമാരുടെ നേരെയായിരിക്കും. പിന്നെ നമ്മൾ സൊസൈറ്റിയിലുണ്ടാകുന്ന കമ്പാരിസൺസ് എല്ലായിടത്തും നമ്മളുണ്ടാകുന്നതാണ്. കുട്ടികളുടെ ഓരോരുത്തരുടെയും സ്വഭാവ രീതികളൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കുമല്ലോ. അപ്പം ഓരോരുത്തർ ബിഹേവ് ചെയ്ത രീതിയും ഒക്കെ പലപ്പോഴും സൊസൈറ്റിയിൽ കമ്പാരിസൺസ് ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മളിപ്പം പറയാം, ഓരോരുത്തരുടെയും ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ശരീര വലിപ്പത്തിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ തന്നെ ഇങ്ങനൊരു ക്രിറ്റിസിസം പലയിടത്തൊന്നും കേട്ടിട്ടുണ്ട്. പേരൻസൊക്കെ നല്ലതായിട്ട് നടക്കും, പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളുടെ മുഖം അവർ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ പലരും ഉപയോഗം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് കാര്യം, ഞാൻ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ, ചില അമ്മമാരൊക്കെ കുട്ടികളെ ഭയങ്കര അടിച്ചൊക്കെ ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഫിസിക്കലി ഉപദ്രവിക്കുന്ന പേരൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ശരിയോ തെറ്റോ എനിക്കറിയില്ല, എൻ്റെ കുട്ടികളെ ഞാൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലും പഠിക്കാത്തതിൻ്റെ പേരിലും അടിക്കാറില്ല. അത് ഇപ്പോഴും എനിക്കെന്തോ ഒരു തെറ്റായിട്ടാണ് മനസ്സിനകത്ത് ഫീൽ ചെയ്യുന്നത്. അതിൽ ഞാൻ ഉറച്ചു തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അപ്പം ചില ആൾക്കാർ പറയാം, അവരുടെ വെയിറ്റ് ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടെന്ന്. പക്ഷേ അമിതമായിട്ട് അവരെ പ്രഷർ ചെയ്ത് ഭക്ഷണം കഴിക്കുവോ, കഴിക്കാത്തതിന് അടിക്കുവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം കുട്ടികളുടെ കമ്പാരിസൺ, അവർ മെലിഞ്ഞിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനോ ഒക്കെ പലപ്പോഴും അമ്മമാർ പഴി കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ നമ്മൾ തന്നെ ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണിത്.
പിന്നെ കുട്ടികൾ പരാജയപ്പെട്ടു പോകുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളൊരു പ്രഷർ പല പേരൻസിനുണ്ട്. നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് മറ്റു കുട്ടികൾ സമപ്രായക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ഇതാണ്. എത്ര പ്രഷർ ചെയ്യാത്ത പേരൻസ് ആണെങ്കിൽ പോലും റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല ഫിയർ കാണും മനസ്സിനകത്ത്. എൻ്റെ കുട്ടി തോറ്റുപോയാൽ എങ്ങനെയാണ് സൊസൈറ്റിയെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് പറയാറുണ്ട് തോറ്റുപോയാൽ എങ്ങനെയാണ് നമ്മൾ മറ്റാളുകളോട് പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പം ആ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മുടെ എല്ലാ പേരൻസിൻ്റെയും ഉള്ളിൽ കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മമാർക്കത് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഒരുപാട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കും നമ്മുടെ കുട്ടികളിൽ. അതും അമ്മമാർക്ക് കൂടുതലാണെന്ന് തോന്നുന്നത്. അവർക്ക് ഒരുപാട് ആങ്സൈറ്റിയും സ്ട്രെസ്സും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ഒരു അമ്മയുടെ നേരെ അവരുടെ പേരൻറ്റിങ് മിസ്റ്റേക്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൻ്റെ കാര്യത്തിലോ ഒക്കെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് എപ്പോഴും ചിന്തിക്കുക, മാതൃത്വം എന്ന് പറയുന്നത് ഒട്ടും വളരെ മഹത്തരമായൊരു സംഭവമാണെങ്കിലും ഒരു മാതാവ് ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത്, ഒരു പേരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും അവർ കുട്ടികളെ ഭയങ്കര സ്നേഹമാണെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചിലപ്പം ഭയങ്കര കാമായിട്ടിരിക്കുന്ന സമയങ്ങൾ കാണും, പക്ഷേ കുട്ടികളോട് ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന സമയങ്ങളും കാണും. പേരൻറ്റിങ് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലോ. വീട്ടിലിടുന്ന ഒരു കുട്ടിയെ ഫുൾ ടൈം നോക്കുന്ന ഒരു പേരൻസിന് നമുക്ക് നന്നായിട്ടറിയാം ഒരുപാട് സമ്മർദ്ദം അവരനുഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ വീട്ടിലെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് തനിയെ ജോലിക്ക് പോകേണ്ടി വരാറുണ്ട്. ചെറിയ കുട്ടികളെ ഒക്കെ വീട്ടിൽ പലരെയും ഏൽപ്പിച്ചിട്ടൊക്കെ അവരൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. സൊസൈറ്റി അവരെ എങ്ങനെ കാണും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ വീട്ടിലാക്കിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൊസൈറ്റി അതെങ്ങനെ ആയിരിക്കും കാണുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഗിൽറ്റ് ഫീലിംഗ് അമ്മമാരെ ഭയങ്കരമായിട്ട് വേട്ടയാടാറുണ്ട്. അപ്പം മാതൃത്വത്തിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മമാർക്ക് ഒരുപാട് സമ്മർദ്ദം കൊടുക്കും. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസും ഷെയർ ചെയ്യാം എൻ്റെ അടുത്ത്. എൻ്റെ വ്യക്തിപരമായ ചില എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില പോയിൻറ്റ്സാണ് ഇനി മാതൃദിനത്തിൽ. പ്രസവിച്ചത് കൊണ്ട് മാത്രം എല്ലാവരും അമ്മമാരെ ആകില്ല. കർമ്മം കൊണ്ട് അമ്മമാരായ ഒരുപാട് അമ്മമാരുണ്ട്. അങ്ങനെ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.